ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. വിഴിഞ്ഞം തുറമുഖത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വാങ്ങാൻ അനുമതി. 818 കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കാൻ മന്ത്രിസഭയിൽ തീരുമാനം. ഫണ്ട് വായ്പയായി നൽകുന്നതിൽ നേരത്തെ കേരളം എതിർപ്പ് അറിയിച്ചിരുന്നു. കേന്ദ്രവുമായി ഏറ്റുമുട്ടേണ്ടെന്ന് പുതിയ നിലപാട്. വായ്പയായി തന്നെ ഫണ്ട് സ്വീകരിക്കാനും തീരുമാനം. മുണ്ടക്കൈ ചുരൽമല ദുരിതബാധിതർക്ക് മൊറട്ടോറിയമല്ല വായ്പ എഴുതി തള്ളുകയാണ് വേണ്ടതെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശം. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുള്ള പണം ഈ മാസം 31 മുൻപ് നൽകണമെന്നും ഹൈക്കോടതി. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ സംഘം. 6 കോടി രൂപ BJP ഓഫീസിലെത്തി. തിരൂർ സതീഷിന്റെ മൊഴിയിൽ കഴമ്പുണ്ടെന്നും പോലീസ്. കേസിൽ ED നിഷ്പക്ഷമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിറത്തിന്റെ പേരിൽ അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ശാരദയുടെ പ്രവർത്തനം കറുത്തതെന്ന് അധിക്ഷേപം കേട്ടു. ഭർത്താവിന്റെ പ്രവർത്തനം വെളുത്തതെന്നും അതേ വ്യക്തിയുടെ പരാമർശം. നമ്മൾ സ്വാംശീകരിച്ചിരിക്കുന്ന മൂല്യങ്ങളുടെ പ്രശ്നമാണെന്ന് ശാരദ മുരളീധരൻ. ചീഫ് സെക്രട്ടറിയെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർവകലാശാല ബില്ലുകളിൽ നിയമ പോരാട്ടം തുടരുവാൻ സംസ്ഥാന സർക്കാർ. നിയമ ഭേദഗതി ബില്ലുകളിൽ വിചാരണ വേഗത്തിലാക്കണമെന്ന് ആവശ്യം. തമിഴ്നാടിന്റെ കേസ് വാദിക്കുന്ന ബെഞ്ചിൽ കേരളത്തിന്റെ ബില്ലുകൾ പരിഗണിക്കും. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ. BJP നേതാവ് VV രാജേഷിനെതിരെ തിരുവനന്തപുരത്ത് പോസ്റ്ററുകൾ. രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദി VV രാജേഷ് എന്ന പോസ്റ്ററിൽ. അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കണമെന്നും രാജേഷിനെ പുറത്താക്കണമെന്നും ആവശ്യം. പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ. തൃശൂർ ചാലക്കുടി ടൗണിൽ പുലി ഇറങ്ങി. CCTV ദൃശ്യങ്ങൾ പുറത്ത്. പുലിയെ കണ്ടത് കണ്ണമ്പുഴ അമ്പലം റോഡിൽ 24-ന് പുലർച്ചെ. ദൃശ്യങ്ങൾ പതിഞ്ഞത് ഐനിക്കാട്ടുമഠം രാമനാഥന്റെ വീട്ടിലെ ക്യാമറയിൽ. കാസർഗോഡ് കൊളത്തൂരിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ വീണ്ടും പുലികുടി. ബലാത്സംഗ കേസിലെ അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവിന് സ്റ്റേ. സ്വമേധയാ എടുത്ത കേസിലാണ് സുപ്രീം കോടതിയുടെ നടപടി. മാരടത്തിൽ സ്പർശിക്കുന്നത് ബലാത്സംഗ ശ്രമമല്ലെന്ന ഉത്തരവിന് രൂക്ഷ വിമർശനം. പരാമർശങ്ങൾ വേദനിപ്പിക്കുന്നത്. ജഡ്ജിയുടെ ഭാഗത്ത് തികഞ്ഞ അശ്രദ്ധയെന്നും കോടതി. ഗസയിൽ ഹമാസിനെതിരെ വൻ പ്രതിഷേധം. ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പലസ്തീൻകാർ. പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലഹിയ മേഖലയിൽ. യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹമാസ് പിൻവാങ്ങണമെന്നും ആവശ്യം. ഒരിടവേളയ്ക്ക് 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന. ഹുലിയൻ അൽവാരസും എൻസോ ഫെർണാണ്ടസും സ്കോറർമാർ. ജയമുറപ്പിച്ചത് യുറഗ്വായ് ബൊളീവിയ മത്സരം സമനിലയിലായതോടെ. 13 കളികളിലായി അർജന്റീനയ്ക്ക് 28 പോയിന്റ്.